ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു നല്ലൊരു അടിപൊളി ദിവസമാണ് കേട്ടോ. കാരണം കുറേ ഗുഡ് ന്യൂസ് ഉണ്ട് ഷെയർ ചെയ്യാനായിട്ട്. അതേസമയം നമ്മളിപ്പോൾ റീസെൻ്റ്ലി കുറേ പ്ലാന്റ്സ് ഓഫ്ലൈൻ സ്റ്റോറിൽ എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു നഴ്സറിയിൽ പോയിട്ട് കുറേ പ്ലാന്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഗ്രൗണ്ടിലേക്കൊന്ന് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ കുറേ പ്ലാന്റ്സ് റീപോട്ടിങ്ങും ചെയ്യാനുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ ഓൺലൈൻ ഒരു സ്റ്റോറിൽ നിന്ന് ഭയങ്കര ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുന്ന സ്റ്റോറിൽ നിന്ന് കുറേ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് അതൊക്കെ ഡ്രൈ ആയിട്ട് ഉണക്കം പറ്റിയിട്ടാണ് വന്നത്. നമ്മളൊരു 1000-2000 റുപ്പീസിന് വാങ്ങിച്ചായിരുന്നു കംപ്ലീറ്റ് പ്ലാന്റ്സ്. പക്ഷെ അതൊക്കെ നമ്മളെങ്ങനെ ആ പ്ലാന്റ്സിനെ രക്ഷിച്ചെടുത്തു എന്നുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാ പ്ലാന്റ്സും നല്ലപോലെ തന്നെ വന്നു കേട്ടോ. ഒക്കെ വാടിയായിരുന്നു ഇരുന്നായിരുന്നത്. പക്ഷെ നമ്മളത് വളം ഒക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ റെഡിയാക്കി എടുത്തു. അതൊക്കെ റീപോർട്ട് ചെയ്യാനും ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന പ്ലാന്റ്സ് ആട്ടോ. നഴ്സറിയിൽ നിന്ന് പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഭയങ്കര ചീപ്പ് പ്രൈസ് കിട്ടുക എന്ന് വെച്ചാൽ ഈ കാണുന്ന ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഇതൊക്കെ കുറേ പല ടൈപ്പ് ചെത്തികളുണ്ട്. പിന്നെ പല ടൈപ്പ് ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്. അതൊക്കെ ഒരു 80 റുപ്പീസിന് തന്നെ കണ്ടില്ല എന്ത് വലിയ പ്ലാന്റ്സാണ് എല്ലാവരും. അപ്പോൾ കുറേ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് നല്ലപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്ത് വളമൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഗ്രൗണ്ടിലേക്ക് നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ കുറേ പ്ലാന്റ്സൊക്കെ നമ്മൾ നട്ടതിന് ശേഷം വേറൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജീസിൻ്റെ കുട്ടികളൊക്കെ വലുതായി. ഇപ്പോൾ പോട്ടിൽ തന്നെ ഒരു സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കുറേ ബഡ്ജീസ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 16 ബേർഡ്സ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ കുട്ടികൾ വലുതായി ഇടയ്ക്കിടയ്ക്ക് കണ്ണൊക്കെ തുറക്കുന്നുണ്ട്. അപ്പം നമ്മളതിങ്ങനെ നോക്കിയിരിക്കും എങ്ങനെ എപ്പോഴാണ് അവർ താഴത്തേക്ക് വരുന്നതെന്ന്. ഇത് വേറൊരു ബഡ്ജി മുട്ടയിട്ടിട്ട് ഇന്ന് വിരിഞ്ഞേ ഉള്ളൂ ഒരു മുട്ട. സോ എല്ലാവരും ഭയങ്കര ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് 4-5 മുട്ടയിട്ടത് അതൊക്കെ സത്യം പറഞ്ഞാൽ പാച്ചായിപ്പോയി, അതൊന്നും വന്നില്ല. ഇപ്പോൾ ഫൈനലി നമ്മുടെ ബഡ്ജീസിൻ്റെ കുട്ടികളൊക്കെ വന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ദിവസം. ആക്ച്വലി ഇന്നൊരു ഗുഡ് ഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തൊക്കെ ഇത് ഷെയർ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് കുറേ ഗുഡ് ന്യൂസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളതുകൊണ്ട് ഇതൊക്കെ ഷെയർ ചെയ്തു. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.